നിൽക്കുന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിലാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പള്ളിയാണ് നമ്മൾ ഈ നിൽക്കുന്ന പള്ളി. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണമായ പൊരുത്തത്തോടെ 4-5 വർഷക്കാലം ഈജിപ്ത് ഭരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഇസ്ലാമികമായ പ്രബോധനത്തിന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തിട്ട് ശക്തമായ ജൂതന്മാർക്കിടയിലാണ് ഒരുപാട് സഹായം. അന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുമ്പോൾ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എല്ലാ മതങ്ങൾക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. പക്ഷെ അന്ന് ഒരു വലിയ ചരിത്ര സംഭവം ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്തി ദുആ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ ഭരണം നടത്തുമ്പോൾ ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അതിന്റെ മൂക്കിന്റെ ഭാഗം അവർ തമ്മിലുള്ള ശത്രുതയിൽ ആരോ ഛേദിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ അന്ന് അവരെല്ലാവരും പറഞ്ഞു മുസ്ലിങ്ങളാണത് ചെയ്തത്. അങ്ങനെ എല്ലാവരും കൂടി നേരെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയുടെ മുന്നിൽ പരാതി പറയാൻ വേണ്ടി വന്നു. ബഹുമാനപ്പെട്ട അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മുസ്ലിങ്ങളല്ലേ ചെയ്തതെന്ന് ബഹുമാനപ്പെട്ടവർക്ക് അറിയാം. പക്ഷേ അത് മുസ്ലിങ്ങളല്ല ചെയ്തതെന്ന് പറഞ്ഞാൽ പക്ഷപാതിത്വ ഭരണമാണെന്ന് പറഞ്ഞ് അവർ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടാതെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തു തരാം. നിങ്ങളുടെ ദൈവത്തിന് പുതിയ കല്ലുകൊണ്ട് മൂക്ക് വെച്ച് പിടിപ്പിച്ചു തരാം. ഇനി അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് പണിഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞത്, ഞങ്ങൾക്ക് പുതിയ ദൈവമൊന്നും നിങ്ങൾ വാങ്ങിത്തരണ്ട, അതിന് പകരം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു രൂപത്തെ ഞങ്ങൾ ഉണ്ടാക്കും. അതായത് നമ്മുടെ നാട്ടിലേക്ക് കോലം കത്തിക്കുക എന്ന് പറയുന്ന പോലെ അത്രത്തോളം രോഷമാണ് അവരുടെ മുഖത്ത്. അപ്പോൾ ഒരു രൂപമുണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ ഈജിപ്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഈജിപ്തിന്റെ ഭാഗത്തുള്ള എല്ലാ മതസ്ഥരെയും വിളിച്ചു കൂട്ടിയിട്ട് അത്രയും മതസ്ഥ ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തെ ഞങ്ങൾ വെട്ടി അരിഞ്ഞ് ചവിട്ടി നശിപ്പിച്ച് ഞങ്ങൾ അതിനോടുള്ള വെറുപ്പ് തീർക്കുമെന്ന് പറഞ്ഞപ്പോൾ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ചാടിയത് കാരണം ഈജിപ്തിനെ ഈ രീതിയിലാക്കുന്നതിന് ഒരുപാട് പരിശ്രമിച്ച ആളാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ഈ പള്ളി ഇത്രയും സ്ഥലത്ത് ഈ പള്ളി വരുന്നതിന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പങ്ക് വളരെ ശ്ലാഘനീയമാണ്. അപ്പോ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നുണ്ട്, നബിതങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമുക്കിടയിലുള്ള വിലപ്പെട്ട ഒരാളിനെ നിങ്ങൾക്ക് തരാം. അയാളെ പച്ചയായ ജീവനോടെ നിർത്തിയിട്ട് നിങ്ങൾക്ക് വെട്ടാം. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് വളരെ സന്തോഷമായി. അവർ പറഞ്ഞു, എന്നാൽ അങ്ങനെ ആവട്ടെ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, തരുന്നയാൾ മുസ്ലിങ്ങളിൽ പ്രധാനിയായിരിക്കണം. ഏതെങ്കിലും ലോക്കൽ ഒരാളെ പിടിച്ച് ഈ നബിതങ്ങളോടുള്ള മഹബത്തുള്ള ആളാണെന്ന് പറഞ്ഞ് തരരുത്, ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കണം എന്ന്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് നബിതങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് പറഞ്ഞു, ഞാൻ മതിയോ എന്ന് ചോദിച്ചു. ഇത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ഇത്രയും വിശ്വാസികളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന മഹാനാണ്, ഇത്രയും വലിയ പദവിയിലിരിക്കുന്ന അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മതിയോ എന്ന് ചോദിച്ച് അവർ സമ്മതിച്ചു. അങ്ങനെ ഈജിപ്തിന്റെ എല്ലാ ഭാഗത്തും അവർ പരസ്യം ചെയ്തു, നാളെ രാവിലെ ഇത്ര മണിക്ക് അംർ ബിൻ ആസിന്റെ തല വെട്ടാൻ പോവാണ്, ഞങ്ങളുടെ ദൈവത്തെ പരിഹസിച്ചതിന് പകരം മുസ്ലിം നേതാവിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും എല്ലാം ഒരുമിച്ചുകൂടി ഈജിപ്ത് അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ട ഒരു വലിയ ചരിത്രമാണത്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു കുളിച്ചൊരുങ്ങി വെള്ള വസ്ത്രമെല്ലാം ധരിച്ച് ജൂതന്മാരെ നിർത്തിയ ഒരു കല്ലിന്റെ മുകളിൽ കയറി നിന്നു. അവിടെ ഒരു യുവാവ്, ധീരനായ യുവാവ് മിന്നുന്ന വാളുമായി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടാൻ വേണ്ടി വരികയാണ്. ഈജിപ്തിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ, ഇതുപോലുള്ള പള്ളികളും സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ച, ദൈവത്തിന്റെ മേഖലയിൽ ഒരു പടയോട്ടം തന്നെ നടത്താൻ കാരണക്കാരനായ അംർ ബിൻ ആസിനെ അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി ദുആ ചെയ്തു. ജൂതന്മാരെല്ലാം കയ്യടിയും ക്രിസ്ത്യാനികളൊക്കെ മുദ്രാവാക്യം വിളിയും ഒക്കെ ആയിരുന്നു. എല്ലാവരും ഒരുമിച്ചുകൂടി എന്താ സംഭവിക്കുന്നു എന്നറിയാൻ. പക്ഷെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തലേ രാത്രി മുഴുവനും സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് വളരെ മഹബത്തോടുകൂടി ഒരുങ്ങി തയ്യാറായി ഈജിപ്തിന്റെ മധ്യഭാഗത്ത് അവർ പറഞ്ഞ സ്ഥലത്ത് വന്നു നിന്നു. ക്രിസ്ത്യാനികളിൽപ്പെട്ട യോദ്ധാവ് മിന്നുന്ന വാളുമായി അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് നടന്നു ചെന്നു. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഇനി ഒരു 10 ചുവട് കൂടി മുമ്പോട്ട് വെച്ചാൽ ബഹുമാനപ്പെട്ടവരുടെ തലവെട്ടും.
മുസ്ലിങ്ങളൊക്കെ തലകുനിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിന് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത ഒരു മഹാന്റെ തല ഒരു പ്രവാചകനോടുള്ള മഹബത്ത് കൊണ്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷേ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തൊട്ടു മുമ്പിലെത്തി ഇനി ഒരു ചുവട് കൂടി മുമ്പോട്ട് വെച്ച് വാൾ ഉയർത്തിയാൽ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ തല ഈജിപ്തിന്റെ മധ്യഭാഗത്ത് നിലത്ത് കിടന്നുരുളും. മുസ്ലിങ്ങളൊക്കെ കരഞ്ഞു ദ്വാരുന്നു. ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുത്തഅല്ലിമീങ്ങൾ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇൽമു പഠിപ്പിക്കുന്ന മക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ വെട്ടാൻ വന്ന മനുഷ്യൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ്. എന്താണ് പടച്ചവനെ? അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ രണ്ട് കണ്ണുകളും തിളങ്ങുന്നു. ഒരു ഭയം മനസ്സിലില്ല, ലവലേശം പേടിയില്ല. അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ ചുണ്ടുകൾ മാത്രം ചലിക്കുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി വെട്ടാനോങ്ങിയ വാള് ദൂരേക്ക് എറിഞ്ഞിട്ട് ഈ വെട്ടാൻ വന്ന മനുഷ്യൻ തന്നെ ആദ്യം രണ്ട് കൈ വിരിച്ച് അംർ ബിൻ ആസിനെ വാരിപ്പുണർന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്തിൽ എന്ന് പറഞ്ഞു. ഇത് കാണാൻ വന്ന ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ആ സെക്കൻഡിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഒരു വളരെയധികം ഇസ്ലാമികമായ ഒരു വലിയ മുന്നേറ്റത്തിന് ആ ചരിത്രം ഒരു വലിയ കാരണമായെങ്കിൽ ഈ മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മണമുള്ള സുഗന്ധമുള്ള പള്ളിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. آمين. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين. അർഹമുറഹീമായ കരുണക്കടലായ പടച്ചവനെ, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിർമ്മിച്ച മനോഹരമായ പള്ളിയിലാണ് ഞങ്ങളുള്ളത്. തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവരെ, ഞങ്ങൾക്ക് ഈമാൻ നീ ഉറപ്പിച്ചു തരണേ തമ്പുരാനെ. മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് വെച്ചതുപോലെ ഞങ്ങൾക്ക് നീ മഹബ്ബത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവരെ, ഞങ്ങളെ നീ മദീനത്തേക്ക് എത്തിക്കണേ റഹ്മാനെ. പുന്നാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ഞങ്ങൾക്ക് നസീബാക്കണം റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടുകാരെ, കൂടപ്പുറപ്പുകളെ, സഹായികളെ, സ്നേഹിതന്മാരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ നാടുകളിൽ ഇതുപോലെ മനോഹരമായ പള്ളികളും സ്ഥാപനങ്ങളും നടത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ നാട് ദീനുള്ള നാടാക്കണം തമ്പുരാനെ. ഈമാനുള്ള മോമിനീങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റണം റഹ്മാനെ. അള്ളാഹുവെ, ആരെല്ലാം എന്തെല്ലാം വസിയത്തുകൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ പള്ളിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ നീ നടത്തിത്തരണം തമ്പുരാനെ. അള്ളാഹുവെ, പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. ഉള്ള മക്കളുടെ രോഗം മാറണമെന്ന് വസിയത്ത് ചെയ്തവർക്ക് ആ രോഗവും പ്രയാസവും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. സമ്പൽ സമൃദ്ധിയുടെ, അഭിവൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. കരുണക്കടലാതെ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. اللهم انصرنا يا خير الناصرين. اللهم انصرنا يا خير الناصرين. اللهم استجب دعانا ولا تردن ايدينا مع الخائبين بسبب ذنوبنا وقلة اعمالنا يا رب العالمين. അല്ലാഹു, നിന്റെ പള്ളിയെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നാളെ നിന്റെ പരലോകത്ത് ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള നഷ്ടപ്പെട്ടുപോയ മുസ്ലിം സമുദായത്തിന്റെ അടയാളങ്ങളെ ഞങ്ങൾക്ക് മടക്കിത്തരണം തമ്പുരാനെ. മസ്ജിദുൽ അഖ്സ അല്ലാഹുവെ മുസ്ലിം സമുദായത്തിന്റെ അധീനതയിലേക്ക് നീ കൊണ്ടുവരണം തമ്പുരാനെ. അല്ലാഹു, ഇസ്ലാമിന്റെ ശിആറുകളെ നീ കാക്കണം റഹ്മാനെ. പടച്ചവനെ, നിന്റെ പള്ളിയോടുള്ള മഹബ്ബത്ത് കൊണ്ട് അനുകൂലമായി നാളെ പരലോകത്ത് ഈ പള്ളി ഞങ്ങൾക്ക് സാക്ഷി പറയാൻ നീ ഇടവരുത്തണം തമ്പുരാനെ. അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ വർഹംനാ ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.